ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യാത്ത പക്ഷം ഭാവിയിൽ പെൻഷനെ പോലും ബാധിക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളും അതിനുള്ള പോംവഴികളും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വിമുക്ത ഭടന്മാരെ സംബന്ധിക്കുന്ന പ്രധാന ഡോക്യുമെൻസും അതിൽ വരേണ്ട അപ്ഡേറ്റ്സും സംബന്ധിച്ച് കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നു. വിമുക്ത ഭടൻ്റെ ഭാര്യ, മക്കൾ എന്നിവർ ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളും ഡോക്യുമെൻസും ഏതെല്ലാമെന്ന് പരിശോധിക്കാം. ആദ്യമായി വിമുക്ത ഭടൻ്റെ ഭാര്യയുടെ ആധാർ കാർഡ്. വിമുക്ത ഭടൻ്റേതുപോലെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ആധാർ കാർഡ്. ആധാർ കാർഡ് അപ്ഡേറ്റഡ് ആയിരിക്കണം, മൊബൈൽ നമ്പരുമായി ലിങ്ക്ഡ് ആയിരിക്കണം. അതുപോലെ തന്നെ വിമുക്ത ഭടൻ്റെ ഭാര്യയുടെ SSLC ബുക്കിലും സർവീസ് ഡോക്യുമെൻറ്റിലും ആധാർ കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നായിരിക്കണം. വിമുക്ത ഭടൻ്റെ ഭാര്യയുടെ പാൻ കാർഡ്. പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും സർവീസ് ഡോക്യുമെൻറ്റിലെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് തന്നെ ആയിരിക്കണം. പഴയ പെൻഷനേഴ്സിൽ പലരുടെയും ഭാര്യയ്ക്ക് പാൻ കാർഡ് ഇതുവരെയും ഇല്ലാത്തവരുമുണ്ട്. അതുപോലെ ആധാറും പാൻ കാർഡുമായി ലിങ്ക്ഡ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. സ്പർശിൽ ഫാമിലി ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സ്ക്രീനിൽ കാണുന്നത് സ്പർശിലെ ഫാമിലി ഡീറ്റെയിൽസ് എന്ന പേജാണ്. ഇവിടെ നമുക്ക് വിമുക്ത ഭടൻ്റെ ഭാര്യ, മക്കൾ, മറ്റു ഫാമിലി മെമ്പേഴ്സ് ഇവരുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ പല വിമുക്ത ഭടന്മാരും പറയുന്നത് തങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ 25 വയസ്സിൽ കൂടുതലുണ്ട്, ആയതിനാൽ സ്പർശിൽ എന്തിനാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നാണ്. സ്പർശിൽ മക്കളുടെ ഡീറ്റെയിൽസ് ഉറപ്പായും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. വിവാഹം കഴിഞ്ഞാലും 25 വയസ്സ് കഴിഞ്ഞാലും ഫാമിലി ഡീറ്റെയിൽസിൽ ഉറപ്പായും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. അതിനുള്ള പ്രധാന കാരണം തുടർന്ന് വിശദീകരിക്കുന്നതാണ്. ഇനി സ്പൗസ് അഥവാ ഭാര്യയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. സ്പർശിൽ വിമുക്ത ഭടൻ്റെ ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ, പാൻ നമ്പറുകൾ മിക്കവരുടെയും അപ്ഡേറ്റഡ് അല്ല. ഡേറ്റ് ഓഫ് ബർത്ത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പ്രൂഫായി SSLC ബുക്കിൻ്റെയോ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയോ കോപ്പി നൽകേണ്ടതാണ്. അതുപോലെ തന്നെ സ്പൗസിൻ്റെ ആധാർ, പാൻ നമ്പറുകളും സ്പർശിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഭാര്യയുടെ പേരിലെ വ്യത്യാസം. അതായത് സർവീസ് ഡോക്യുമെൻറ്റിലെയും ആധാറിലെയും പേരിലുള്ള വ്യത്യാസം. പേരിലുള്ള വ്യത്യാസം മൂലം മൈഗ്രേഷൻ ആരംഭിച്ച സമയങ്ങളിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആധാർ നമ്പർ പേരിൽ വ്യത്യാസമുണ്ടെങ്കിലും സ്പർശ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് AGS ബ്രാഞ്ച് 14 ഫെബ്രുവരി 2023 എല്ലാ റെക്കോർഡുകൾക്കും ഒരു ലെറ്റർ പബ്ലിഷ് ചെയ്തിരുന്നു. ഇതിൻ്റെ ഹെഡിങ് ആധാർ നമ്പർ സ്പർശിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിൽ പേരിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ സംബന്ധിച്ച്. ഈ ലെറ്ററിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ്. ഒന്നാമതായി, ആധാറിലോ സ്പർശിലോ ഒന്നിൽ പേരിനൊപ്പം ഇനിഷ്യലും മറ്റൊന്നിൽ ഇനിഷ്യലിന് പകരം മുഴുവൻ പേരും അങ്ങനെയുള്ളവ അക്സെപ്റ്റ് ചെയ്യണം. രണ്ടാമതായി, ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് നെയിമുകളിലെ വ്യത്യാസം അക്സെപ്റ്റ് ചെയ്യണം. മൂന്നാമതായി, സ്പെല്ലിങ്ങിൽ ഉള്ള വ്യത്യാസങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. നാലാമതായി, സ്പേസിലുള്ള വ്യത്യാസങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അഞ്ചാമതായി, സർനെയിമിലുള്ള മിസ്മാച്ച് അക്സെപ്റ്റ് ചെയ്യണം. ആറാമതായി, മിസിസ് എന്നും ശ്രീമതി എന്നുമുള്ള സല്യൂട്ടേഷൻസോ റാങ്കോ മൂലമുള്ള വ്യത്യാസങ്ങളും അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് ഈ ലെറ്ററിൻ്റെ ഉള്ളടക്കം. ഇതനുസരിച്ച് ഇപ്പോൾ വിമുക്ത ഭടൻ്റെയും സ്പൗസിൻ്റെയും ആധാർ അപ്പോൾ തന്നെ സ്പർശ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പേരിൽ മിസ്മാച്ച് ഉള്ളവരുടെ ഡെത്ത് റിപ്പോർട്ടിങ്ങിനും ഫാമിലി പെൻഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിനോ ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനോ ഒരു പ്രശ്നവും വന്നിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഫാമിലി പെൻഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിൽ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആദ്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, സ്പർശിൽ നമ്മൾ വിമുക്ത ഭടൻ്റെ ഡെത്ത് റിപ്പോർട്ട് ചെയ്യുകയും ഫാമിലി പെൻഷൻ അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ നൽകുന്ന റിക്വസ്റ്റ് നമ്മുടെ റെക്കോർഡ്സിലേക്കാണ് പോകുന്നത്. അതായത് അതിൽ നടപടി എടുക്കേണ്ടത് നമ്മുടെ റെക്കോർഡ് ഓഫീസുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഴയ പെൻഷനേഴ്സിൽ മിക്കവരുടെയും സ്പൗസിൻ്റെ പേര് ആധാറിലെയും സ്പർശിലെയും വ്യത്യസ്തമാണ്. കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇങ്ങനെ പേരിൽ വ്യത്യാസമുള്ളവരുടെ ഫാമിലി പെൻഷന് അപേക്ഷിക്കുമ്പോൾ
ചില റെക്കോർഡ് ഓഫീസുകൾ പേരിലെ വ്യത്യാസം മൂലം ഫാമിലി പെൻഷൻ സാങ്ഷൻ ചെയ്യുന്നില്ല. AMC പോലെയുള്ള ചില റെക്കോർഡ് ഓഫീസുകൾ ഫാമിലി പെൻഷനർക്ക് ഇത് സംബന്ധിച്ച് ലെറ്ററുകൾ അയക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമൂലം ഫാമിലി പെൻഷൻ ലഭിക്കാൻ കാലതാമസം എടുക്കുന്നു. ഇങ്ങനെയൊരു പ്രശ്നം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സ്പൗസിൻ്റെ പേരിൽ വ്യത്യാസമുള്ളവർ ഒന്നുകിൽ സർവീസ് ഡോക്യുമെൻറ്റിലേതുപോലെ ഭാര്യയുടെ പേര് ആധാറിൽ തിരുത്തുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആധാറിലേതുപോലെ സർവീസ് ഡോക്യുമെൻറ്റിലെ പേര് മാറ്റേണ്ടതാണ്. കാരണം ചില റെക്കോർഡ് ഓഫീസുകളെങ്കിലും പേരിലെ വ്യത്യാസം മൂലം ഫാമിലി പെൻഷൻ അനുവദിക്കുന്നില്ല. ഇത് സംബന്ധിച്ച് വ്യക്തത ലഭിക്കാനായി PCDIക്കും റെക്കോർഡ്സിനും ഞാൻ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. മറുപടി ലഭിക്കുമ്പോൾ ചാനലിൽ അറിയിക്കുന്നതാണ്. ഇനി സ്പർശിൽ മക്കളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. മക്കളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, പാൻ നമ്പർ എന്നിവ അപ്ഡേറ്റ് ചെയ്യണം. പാൻ നമ്പർ ചെയ്തില്ലെങ്കിലും ആധാർ നമ്പർ ഉറപ്പായും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ മക്കളുടെ ഡീറ്റെയിൽസ് സ്പർശിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മുടെ റെക്കോർഡ് ഓഫീസ് വെരിഫൈ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന കൊറിജോണ്ടം PPOയിൽ മക്കളുടെ പേരും ആഡ് ആകുന്നതാണ്. ഇങ്ങനെ സ്പർശ് മക്കളുടെ ഡീറ്റെയിൽസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം സ്പർശിലുള്ള നൊമിനി ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ പ്രൈമറി നൊമിനി ലൈഫ് ടൈം അരിയേഴ്സിന് നമ്മുടെ ഭാര്യ തന്നെയാണ്. എന്നിരുന്നാലും വിമുക്ത ഭടൻ ലൈഫ് ടൈം അരിയേഴ്സ് വേറെ ആർക്കെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദേശ് എന്ന ഓപ്ഷൻ വഴി മറ്റാരെയെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, വിമുക്ത ഭടൻ്റെ മരണശേഷം ലൈഫ് ടൈം അരിയേഴ്സായി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുമാത്രമേ നമ്മൾ നൽകുന്ന നൊമിനിക്ക് ലഭിക്കുകയുള്ളൂ. പെൻഷൻ വിമുക്ത ഭടൻ്റെ ഭാര്യയ്ക്ക് തന്നെയാണ് ലഭിക്കുക. ഇനി നൊമിനി ഡീറ്റെയിൽസിലുള്ള മറ്റൊരു ഓപ്ഷനാണ് ഓൾട്ടർനേറ്റ് നൊമിനി ഡീറ്റെയിൽസ്. ഇവിടെ നമ്മുടെ മക്കളുടെ പേരുകൾ നൽകാവുന്നതാണ്. മക്കളുടെ പേരുകൾ റെക്കോർഡ് ഓഫീസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമേ ഓൾട്ടർനേറ്റ് നൊമിനി ആയി ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രൈമറി നൊമിനിയുടെ മരണം അല്ലെങ്കിൽ ഡിവോഴ്സ് അല്ലെങ്കിൽ മാനസിക രോഗം എന്നിവ സംഭവിച്ചാൽ ലൈഫ് ടൈം അരിയേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന മക്കൾക്ക് ലഭിക്കും. ഇതിൽ വിമുക്ത ഭടൻ്റെ ഇഷ്ടം പോലെ ഷെയർ നൽകാവുന്നതാണ്. ഉദാഹരണത്തിന് 2 മക്കൾക്കും 50% വീതം നൽകാം. 2 മക്കൾക്കും നൽകാതെ ഒരാൾക്ക് 100% നൽകാം. അത് വിമുക്ത ഭടൻ്റെ ഇഷ്ടം പോലെ സ്പർശിൽ നൽകാവുന്നതാണ്. ഓൾട്ടർനേറ്റ് നൊമിനിയായ മക്കളുടെ പേര് ചേർക്കാനായാണ് ഫാമിലി ഡീറ്റെയിൽസിൽ മക്കളെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതിനായി മറ്റ് മാനദണ്ഡങ്ങളൊന്നുമില്ല. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് ഫാമിലി ഡീറ്റെയിൽസിൽ വിമുക്ത ഭടൻ അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.